നമസ്കാരം. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം അവരുടെ കുടുംബത്തെ പോലെ തന്നെ മറ്റൊരാൾക്കും കൂടി സന്തോഷം നൽകുന്നതായിരുന്നു. ഗുരുവായൂർ സ്വദേശി ധന്യയ്ക്കും കുടുംബത്തിനുമാണ് ആ വിവാഹം ഏറെ സന്തോഷം നൽകുന്നതായി മാറിയത്. അങ്ങനെ ആരും മറക്കാനിടയുണ്ടാവില്ല ധന്യയെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൈക്കുഞ്ഞുമായി നിന്ന് മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ധന്യയുടെ ജീവിതകഥ കേട്ടറിഞ്ഞ് സുരേഷ് ഗോപി വിവാഹത്തിനാവശ്യമായ മുല്ലപ്പൂവിൻ്റെ ഓർഡർ നൽകിയത് ധന്യയ്ക്കായിരുന്നു. 300 മുഴം മുല്ലപ്പൂവാണ് ഓർഡർ നൽകിയതെങ്കിൽ വിവാഹ തലേന്ന് അതിൽ കൂടുതൽ എത്തിച്ചു നൽകാനായതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഗുരുവായൂർ സ്വദേശി ധന്യയും ഭർത്താവ് സനീഷും കുടുംബവും. ധന്യയും കുടുംബവും വിവാഹ ചടങ്ങിലും പങ്കെടുത്തു. 300 മുഴം പൂവാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിൽ കൂടുതൽ പൂക്കൾ ധന്യ എത്തിച്ചു നൽകി. പൂക്കൾ തികയാതെ വരരുതല്ലോ, അതുകൊണ്ടുകൂടിയാണ് കുറച്ചുകൂടി നൽകിയതെന്നും ധന്യ പറയുന്നു. ആ കുട്ടി ദീർഘകാലം സുമംഗലിയാകട്ടെ, അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. സുരേഷ് ഏട്ടൻ ആ ഒരു ഓർഡർ തന്നതോടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. കൂടുതൽ ഓർഡറുകൾ ലഭിച്ചു. കച്ചവടത്തിന് ബുദ്ധിമുട്ടില്ലാതായി. 4-5 ദിവസമായി മുല്ലപ്പൂവിന് നല്ല വിലയുണ്ട്. എങ്കിൽ പോലും നമുക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ് പലരും വാങ്ങാനെത്തി. സുരേഷ് ഏട്ടൻ നേരിട്ടെത്തിയാണ് അഡ്വാൻസ് നൽകിയത്. വിവാഹ തലേന്ന് 6 മണിയോടെ ഞങ്ങൾ നേരിട്ടെത്തി പൂക്കൾ കൈമാറിയെന്നും ധന്യ ഒരു മാധ്യമത്തിനോട് പറഞ്ഞു. വിവാഹ ചടങ്ങിൽ ധന്യയും ഭർത്താവ് സനീഷും കുഞ്ഞും പങ്കെടുത്തു. മൂവരും വധൂവരന്മാർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. ഹൃദ്രോഗിയായ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനും കുടുംബം പോറ്റാനുമായാണ് ധന്യ വഴിയോരത്ത് മുല്ലപ്പൂ കച്ചവടം നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിലും കടത്തിണ്ണയിലും കഴിഞ്ഞിരുന്ന ധന്യയും കുടുംബവും ചിലരുടെ സഹായത്തിനൊടുവിലാണ് ഗുരുവായൂർ നടയിൽ പൂ കച്ചവടത്തിനെത്തിയത്. മകനെ നോക്കാനായി ആരുമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുമായി കച്ചവടത്തിനെത്തുന്നതെന്നും ധന്യ പറയുന്നു. ഇതിനു പിന്നാലെ ധന്യയുടെ ദുരിത ജീവിതം ഒരു മാധ്യമത്തിൽ വാർത്തയായി വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു സുരേഷ് ഗോപി സഹായവുമായി എത്തിയത്. ധന്യയും കുടുംബവും വാടക വീട്ടിലാണ് താമസം. പ്രണയ വിവാഹമായിരുന്നു ധന്യയുടേത്. വീട്ടുകാരെ എതിർത്ത് സനീഷിനെ വിവാഹം ചെയ്തതിനാൽ കുടുംബവും കൈവിട്ടു. വിവാഹശേഷം ഭർത്താവ് സനീഷിന് ഹൃദ്രോഗം പിടിപെട്ടു. 2 ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു. ഇപ്പോഴും ചികിത്സ തുടരുകയുമാണ്. ഭർത്തൃമാതാവിന് സുഖമില്ല. ഇതേ തുടർന്നാണ് ക്ഷേത്രനടയിൽ കുഞ്ഞുമായി മുല്ലപ്പൂ വിൽപ്പന ആരംഭിച്ചത്. പുലർച്ചെ തന്നെ ധന്യ ക്ഷേത്രത്തിലെത്തി പൂ വിൽപ്പന ആരംഭിക്കും. ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കും. ഭർത്താവിന് മരുന്ന് വാങ്ങാൻ മാത്രം മാസം 8,000-ഓളം രൂപ വേണം. കുഞ്ഞിനെ വെച്ച് കച്ചവടം പിടിക്കാനുള്ള ശ്രമമല്ല ഇതെന്ന് പലരും ചോദിക്കാറുണ്ടെന്നും ധന്യ പറയുന്നു. ഒരിക്കലും ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വെച്ച് വിലപേശാൻ കഴിയില്ല എന്നാണ് ഇത്തരം വിമർശനങ്ങളോടുള്ള ധന്യയുടെ മറുപടി. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ നടൻ സുരേഷ് ഗോപി പങ്കുവച്ചു. ദിവ്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മഹനീയ സാന്നിധ്യത്തിൽ എൻ്റെ പ്രിയങ്കരായ മക്കൾ വിവാഹിതരായി. ഭാഗ്യയ്ക്കും ശ്രേയസിനും വേണ്ടി പ്രാർത്ഥിക്കുമെന്നും സുരേഷ് ഗോപി കുറിച്ചു. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ അക്ഷതം നൽകി അനുഗ്രഹിച്ചു. വധൂവരന്മാർക്ക് തുളസിമാല കൈമാറിയ പ്രധാനമന്ത്രി വിവാഹത്തിന് ശേഷം നവവധൂവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു. ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് തൊട്ടടുത്ത വേദിയിൽ നടന്ന താലികെട്ട് ചടങ്ങിലെ 10 നവദമ്പതികളെ അക്ഷതം നൽകി അദ്ദേഹം അനുഗ്രഹിച്ചത്. ഇതിനുശേഷം വധൂവരന്മാർക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഗുരുവായൂർ വിവാഹ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും ഗുരുവായൂർ തന്ത്രി ചേനാസ് നമ്പൂതിരിപ്പാടും പങ്കെടുത്തു. മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. ജയറാം, ദിലീപ്, കുശ്ബു തുടങ്ങിയവരും ഗുരുവായൂരിലെത്തിയിരുന്നു.